പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, മനിസ്തഖഫ ബി ഉസ്താദിഹി. എല്ലായിടത്തും ബഹുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ ആദരവുണ്ട്. ചില പണ്ഡിതന്മാർ അത് ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പണ്ഡിതന്മാരുടെ വാചകമാണ് എന്നതാണ് പ്രബലം എന്ന് പറഞ്ഞവരുമുണ്ട്. ആകട്ടെ, മനിസ്തഖഫ ബി ഉസ്താദിഹി, ഒരാൾ തന്റെ ഗുരുനാഥനെ നിസ്സാരപ്പെടുത്തിയാൽ, തന്റെ ഉസ്താദിനെ പരിഹസിച്ചാൽ, 3 പ്രശ്നങ്ങൾ അവനെ വേട്ടയാടുമെന്ന് പഠിപ്പിച്ചില്ലേ? ഒന്നാമത്തത് നസിയ മാ ഹഫിള, അവൻ പഠിച്ചതും മണപ്പാടമാക്കിയതും ഒക്കെ അവൻ മറന്നുപോകും. അവന്റെ ബ്രെയിൻ പവർ തന്നെ നഷ്ടപ്പെട്ടു പോകും. മെമ്മറി പവർ അവന് ഷോർട്ടായി പോകും. അവൻ അങ്ങനെ ഒന്നില്ല എന്ന് പറയേണ്ടി വരും. ഒന്നും അവന് പഠിച്ചു വളരാനോ ഉയരാനോ കയറാനോ അവന് സാധ്യമല്ല. ഒരു ലോകത്തും അവന് സാധ്യമല്ല. ആത്മീയമായോ ഭൗതികമായോ ഇക്റാം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവനുണ്ടാകുന്ന ഒന്നാമത്തെ അപകടം. രണ്ടാമത്തത് കല്ല ലിസാനുഹു, അവന്റെ നാവ് കുടഞ്ഞു പോകും. പറയാൻ വിചാരിക്കുന്നത് നാവിലൂടെ വരൂല, സംസാരിക്കാൻ ഒരു പ്രയാസം വരും, വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് വരും. ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല, കിതാബ് തിരിയില്ല, യഥാർത്ഥമായ അർത്ഥങ്ങളോ ആശയങ്ങളോ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കല്ല ലിസാനുഹു. ആദരവ് ഇങ്ങോട്ട് പോകുമ്പോ നോക്കി. മൂന്നാമത്തെ വിഷയം അവന്റെ ജീവിതാവസാനത്തിൽ അവൻ ദാരിദ്ര്യം പിടിച്ച് നശിച്ചു പോകുമെന്നല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആദരവുള്ളവരായി നമ്മൾ മാറണം, ബഹുമാനമുള്ളവരായി നമ്മൾ മാറണം, അനുസരണയുള്ളവരായി മാറണം. ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതാഅതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി. നമ്മൾ അക്റമുർ റുസുലിന്റെ കീഴിൽ നിൽക്കുന്ന അക്റമുൽ ഉമമാണ്. ആ ബോധത്തോടെ ആദരവും ബഹുമാനവും നിലനിർത്തുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസാക്കട്ടെ.